ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയിൽ മൂവരെയും ഹാജരാക്കി തിരികെ കൊണ്ടുപോയി. അതേസമയം കട്ടിളപ്പാളി കേസിലെ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. ഹർജിയിൽ നാളെ കോടതി വിധി പറയും. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, ഈ ജാമ്യ ഹർജിയിൽ KS ബൈജുവിന് നാളെ നിർണായകമായിരിക്കുമല്ലോ അല്ലെ? മറ്റൊന്ന്, ഈ മൂവരുടെയും റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുള്ളതാണ്. KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർ. അതിൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ പ്രവീൺ? വിനീത, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു ഇവരുടെ റിമാൻഡ് കാലാവധിയാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവർ നിലവിൽ റിമാൻഡിലായി ജയിൽവാസം അനുഭവിക്കുകയാണ്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ രാവിലെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എത്തിച്ചത്. മൂവരുടെയും ഈ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, പങ്കജ് ഭണ്ഡാരി ഒപ്പം തന്നെ ഗോവർദ്ധൻ ഇവർക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നിർണായകമായ പങ്കുണ്ടെന്ന് SIT കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ KS ബൈജു അത് കട്ടിളപ്പാളി വിഷയത്തിൽ അത് ചെമ്പുപാളിയാണ് എന്ന് രജിസ്റ്ററിൽ എഴുതുന്നതിന് ഈ KS ബൈജുവിന് നിർണായക റോൾ ഉണ്ടായിരുന്നുവെന്ന് SIT കണ്ടെത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഈ 3 പേർക്കും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോടതി 14 ദിവസത്തെ കൂടി ഇവരുടെ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നു. ഗോവർദ്ധൻ നമുക്കറിയാം, ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമസ്ഥനാണ്. ശബരിമലയിൽ നിന്നും ഈ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് കൊണ്ടുപോയത്. ആദ്യഘട്ടത്തിൽ ഗോവർദ്ധൻ എല്ലാ കാര്യങ്ങളും എതിർത്തുകൊണ്ട്, അതായത് താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ആദ്യം നടത്തിയിരുന്നു. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഗോവർദ്ധന്റെ വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞത്. അതിനുശേഷമാണ് ഈ പങ്കജ് ഭണ്ഡാരിയിലേക്കും അന്വേഷണ സംഘം എത്തിയത്. തന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കജ് ഭണ്ഡാരിയുടെ അടുത്ത് ചെല്ലുകയും ജ്വല്ലറിയിൽ ഉൾപ്പെടെ സന്ദർശിക്കുകയും ചെയ്തതിന്റെ രേഖകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SIT കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി ഈ 2 പേരെയും അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഇവരുടെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തെ കൂടി നീട്ടിയിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ഇവരെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.